ഏറ്റവും സൂപ്പർ ഹിറ്റായ 10 പാട്ടുകൾ എടുത്താൽ അതിലൊന്ന് ഹമീദ് ഷെർവാനിയുടേതാണ്. റഹീം മൗലവി എന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ എഴുതിയ മാപ്പിളപ്പാട്ടിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു ഗാനമാണ് ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണകയിൽ ഉണ്ട് പ്രിയെ കൽപ്പിലൊരാശ മുന്തിരി തിന്നിടുവാൻ എന്ന പ്രശസ്തമായ ഗാനം എല്ലാവരും ഇപ്പോഴും പാടാറുണ്ട്. ആ പാട്ട് ഗ്രാമഫോൺ റെക്കോർഡിൽ പാടിയത് ഹമീദ് ഷെർവാനിയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ റഹീം മൗലവിയുടേതാണ് രചന. എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനമാണിത്. ഷെർവാനി അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു ജീവിത ശൈലി കൊണ്ടും സ്വഭാവം കൊണ്ടും ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. ഏത് രംഗത്തും ഒരു സ്വന്തമായ ഒരു പ്രത്യേക ശൈലിയിലാണ് അദ്ദേഹത്തെ ഈ ലോകത്തെയും നമ്മുടെ പാട്ട് മേഖലയൊക്കെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. ഹമീദ് ഷെർവാനി എന്ന അതുല്യ ഗായകനാണ് ഉണ്ടോ സഖി ഒരു കുലമുന്തിരി എന്ന പാട്ട് പാടിയത് എന്ന് പ്രേക്ഷകരെ നാം അറിയിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം അങ്ങനെയായിരുന്നു. സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകൾ കണ്ട് സ്നേഹത്തിൽ നിലകൾ കണ്ട് പാറി വന്നു പൊത്തിലോടി വന്നു. എല്ലാവർക്കും അറിയാം. രഹനയൊക്കെ ഈ പാട്ട് പാടിയിട്ടുണ്ട് കാസറ്റിൽ. ഈ പാട്ടും ഹമീദ് ഷെർവാനിയുടേതാണ്. പൊട്ടിപ്പിളരാതെ പൊട്ടിത്തളരാതെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ ആരാണ് അള്ളാഹു എന്ന പ്രശസ്തമായ ഭക്തിഗാനവും ഹമീദ് ഷെർവാനിയുടേതാണ്. അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കൂടെ സജീവമായുണ്ട്. അദ്ദേഹത്തെയും ഇവിടെ ക്ഷണിച്ചു എന്നത് മീഡിയ വൺ ചാനൽ 14-ാം രാവ് എന്ന റിയാലിറ്റി ഷോ മാപ്പിളപ്പാട്ട് പ്രേക്ഷകർക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമായി ഞാൻ കാണുകയാണ്. രാവുകളിൽ മികച്ച 14-ാം രാവ് മീഡിയയിൽ നമ്പർ 1 അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.